അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കുട്ടമ്പുള്ള ഇട്ടു കുടംപുളി ഇട്ടു വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അയ്യോ ഇതെന്തോ കളിപ്പീര. ഇത് ഒരു കാബേജ് മേടിച്ചതാ, പൊളിച്ച് വന്നപ്പം എൻ്റെ ഇത്ര കിട്ടി. എങ്ങനെ തോരൻ വെക്കാനാ? അതങ്ങ് പോട്ടെ. ഇതേപോലെ തന്നെ ആയിരുന്നു ഇന്നലെ ഒരു സവാള പൊളിച്ച് വന്നപ്പോഴും അതും പൊളിച്ച് വന്നപ്പോൾ ഒരു കുന്തോ ഇല്ല അതിനകത്ത്. എന്തോ കളിപ്പീര. മുരിങ്ങയ്ക്ക ഇതിലും ഭേദം രായച്ചാൻ്റെ കടയിൽ മുരിങ്ങയ്ക്ക. 1/2 കിലോ മുരിങ്ങയ്ക്ക മേടിച്ചാൽ നല്ലൊരു ഷെഡ് വെക്കാനുള്ള നീളമുണ്ട്, നല്ല രുചിയുണ്ട്, ഗുണമുണ്ട്. അങ്ങനെ ഒരു സാറിൻ്റെ അരി എന്തൊക്കെയാന്ന് നോക്കണം. ഇവിടെ ഒരു മില്ല്, ആ മില്ലിൽ അരി അരയ്ക്കണം, മുളക് പൊടിക്കണം, അതങ്ങനെ വണ്ടി ഓടിക്കണം, ഇയാളുടെ കാര്യങ്ങൾ മൊത്തം നോക്കണം, ചാപ്പാട് വെക്കണം. ഒരു ഹോം നേഴ്സ് വരാമെന്ന് പറഞ്ഞിട്ട് അതുവരെയാണ് ഞാൻ ഈ വീട്ടിൽ കണ്ടിട്ട്. എന്തോ ചെയ്യാനാന്ന് പറ. ആശാനേ ഞാൻ വന്നാശാൻ. ഞാൻ ശ്രദ്ധിച്ചില്ല. ആശാൻ ഇത് നമ്മളന്ന് പെയിന്റ് അടിക്കാൻ വന്ന വീടല്ലേ അത്? മിണ്ടിപ്പോയക്കരുത്. നീ പെയിന്റർ അല്ല ഇപ്പൊ, നീ ഹോം നേഴ്സ്. ഹോം നേഴ്സോ? അന്ന് നമ്മളെ പെയിന്റ് അടിച്ച് എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നുണ്ട്. ഹോം നേഴ്സ് എന്ന് പറഞ്ഞ എന്താണെന്നറിയാവോ? എന്തുവാ? വയ്യാത്തവരെ നോക്കുന്ന ഒരാള് നീ. എന്നെ കൊണ്ട് പറ്റത്തില്ല. എടാ പൊട്ട, നീ പറഞ്ഞേക്ക്. ആ പുള്ളി ഇല്ലയോ പണ്ട് നമ്മൾ പെയിന്റ് അടിക്കാൻ വന്നേ? ചത്തില്ലയോ? എന്നോട് മിന്നാതെ. അയാൾ ചത്തിട്ടില്ല, ആ പരുവം വരെ ആയിരിക്കുക. ഇപ്പൊ ആ മറ്റേ സ്വർണ്ണമൊക്കെ എടുത്ത് മാറ്റി വായിക്കകത്തെ സ്വർണ്ണപ്പല്ലി വെച്ചിട്ടുണ്ട്. പിന്നെ ഇട്ട് മൂടാൻ പണത്തേണ്ടി ഈ അലമാരിയിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ നേരെ നിന്നാൽ ഇത് കൈക്കലാകാം. എന്തായാലും ആ പിള്ളേർ വരത്തില്ല. ഇത് സാധനം തീരാറായിരിക്കുക, എല്ലാം പരുവത്തിന് ഇരിക്കുവാണ്. പിന്നെ ഇപ്പൊ പുള്ളി കക്കൂസിൽ ഞാൻ കൊണ്ട് വിട്ടേക്കുവാ. ഭയങ്കര വൃത്തിക്കാരനാ. ഭയങ്കര വൃത്തിക്കാരനാ. അതായത് പുള്ളി നമ്മുടെ ദേഹത്ത് മുടിയുള്ള ഒരു പഴം ഉണ്ടല്ലോ, കുഞ്ഞൂട്ടനോ എന്തോ? ഈ റംബൂട്ടാൻ കൊണ്ടുവന്നിട്ട് ഷേവ് ചെയ്യും. ഷേവ് ചെയ്തിട്ട് ഇത് കഴിക്കത്തുള്ളൂ. ആ മുടി ഏതാണ്ട് അകത്ത് പോകുന്ന. എന്നോട് പറഞ്ഞു ഇഞ്ചി ഇത് നിന്നെ സാമ്പാർ വെക്കാവുന്നു. എന്താ പറയാ? നീ എന്നെ താമസിച്ചേ? രാവിലെ 9 മണിക്കല്ലായിരുന്നു ട്രെയിൻ. 9 മണിക്കായിരുന്നു. 1 മണിക്കൂർ വൈകിയാ വന്നേ. എന്നിട്ട് കയറിയില്ലയോ? എന്നോട് എന്താ വാശി? ഞാൻ അത് കയറിയില്ല. 2 മണിക്കുള്ള ട്രെയിനാ ഞാൻ കയറി, അതാ ഞാൻ താമസിച്ചേ. എടാ ഇന്ത്യൻ റെയിൽവേയോട് വരെ നീർക്ക് വാശിയാണ്. എനിക്ക് വാശിയാ. പിന്നെ വേറെ കാര്യം കൂടെ പറയട്ടെ. ഈ പുള്ളിയുടെ സ്വഭാവം ഞാൻ പറഞ്ഞല്ലോ, വളരെ ശ്രദ്ധിച്ച് വേണം ഇവിടെ നിൽക്കാൻ. അതായത് കണ്ണിന് വലിയ കാഴ്ച ഇല്ലെന്ന് പറഞ്ഞാലും ചെവി രണ്ടും കേൾക്കത്തില്ല. വരുവാ സാറേ, ഞാൻ അതെടുത്തോണ്ട് പറ്റേ. എളുപ്പമായോ? എങ്ങനെയുണ്ടായിരുന്നു? മടുപ്പായിരുന്നു. മനുഷ്യന്റെ കാര്യം എന്നും ഇപ്പൊ ഒരുപോലെ കിട്ടുവോ? ചിലപ്പോ കൂടും കുറയും. വാടി അടുത്ത് കാളാ നീ വേണ്ട വടി. ഞാൻ താമസിച്ച ട്രെയിനിൽ വന്നേ. ഒരു ഓംപ്ലേറ്റ് അല്ല ഒരു വക ഞാൻ കഴിച്ചില്ല. ഓംപ്ലേറ്റോ? നീ ഓംപ്ലേറ്റ് കാര്യം വന്ന കാര്യം പറ. അതാരാ സാജി സംസാരിക്കുന്നേ? സാറേ ഇതാ ഞാൻ പറഞ്ഞ ഓംപ്ലേറ്റ്. നമസ്കാരം. നമസ്കാരം. എനിക്ക് അങ്ങനെയൊന്ന് പറഞ്ഞാലേ ചെവിയാക്കത്തില്ല. ഇങ്ങ വാ, ഇപ്പുറത്ത് വാ. നമസ്കാരം. അത്രയും കുറച്ച് പറയണ്ട, അനുഭവത്തിന് പറഞ്ഞാൽ മതി. പേരെന്തുവാ? റജി. മുമ്പ് ആരെങ്കിലും ഒക്കെ നോക്കിയിട്ടുണ്ടോ? എന്റെ ഭാര്യ മക്കളെ നോക്കുന്നു. സജീവം പറയല്ലേ? ഭാര്യ മക്കളെ നോക്കിയിട്ടുണ്ട്. ഭാര്യ മക്കളെ മാത്രം നോക്കിയിട്ടുള്ളോ? പിന്നെ നിനക്ക് എങ്ങനെ ജോലി തരും? ഇവിടെ വേറെ ആരും നോക്കിയിട്ടില്ലേ? വേറെ ആരെയാ നോക്കിയത്? അമ്മയുടെ വെല്ലിച്ചനെ. എന്റെ അമ്മയുടെ വെല്ലിച്ചനെ. അവൻ പറഞ്ഞതേ അവന്റെ അമ്മയുടെ വെല്ലിച്ചൻ എഞ്ഞാറമൂടുണ്ടായിരുന്നു. അവിടെയൊക്കെ ജോലി ചെയ്തതാ. മനസ്സിലായോ? ഹോം നേഴ്സ് അല്ലയോ? നോക്കും. ഇവിടെ പിന്നെ എന്റെ കാര്യം എന്ന് പറയാ, സമയങ്ങളിൽ എനിക്ക് മരുന്ന് തരാം. പിന്നെ എന്നെ കക്കൂസിലൊന്ന് പിടിച്ചോണ്ട് പോകണം. ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകണം. പിന്നെ ആഹാരം തരണം. എന്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടി ആ ഹോം നേഴ്സിനെ ഇവിടെ നിർത്തിയേക്കുന്ന പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. അതെല്ലാം ഉണ്ടോ? ഞാൻ വന്നേ. നിങ്ങളില്ലേ പറഞ്ഞു വായിക്കത് സ്വർണ്ണപ്പല്ലുണ്ടെന്ന്? ഞാൻ കണ്ടില്ലല്ലോ. കണ്ടില്ലയോ? ഇല്ല. സാറേ ഈ ഇഞ്ചി ഉണങ്ങി കഴിയുമ്പോ എന്തുവാകും? ചുക്ക. ഫ്രണ്ടിലില്ലല്ലോ. ഇതെന്തുവാ? പച്ചിഞ്ചി. 14 പച്ചിഞ്ചി. സൈഡ് കണ്ടോ? 14 7 അണയിലായിരിക്കുന്നേ. എണ്ണി വെച്ചേക്കുവാ. പിന്നെ മൊത്തം 7 ഉണ്ട്. 3.5 നിനക്ക്, 1.5 എനിക്ക്. അല്ല പിന്നെ എന്തോ ചോദിച്ചാലും പല്ല് തേക്കണോന്ന് ചോദിക്കണം. ചിലപ്പോ അടന്നിങ്ങ് പോന്നാലോ കേട്ടോ. ഇത് കൈ വെച്ചോണേ. പിന്നെ ഇനിയിപ്പോ ഒരാളും കൂടെ ഉണ്ട്. നമുക്ക് ചെലവിന് കൂടുതലാ.
അപ്പൊ അതിന് ലിസ്റ്റ് തയ്യാറാക്കി സാധനം വാങ്ങിക്കേ. ഒരു കാര്യം ചെയ്യ് റെജി, നിനക്കൊന്ന് എഴുതാൻ പറ്റൂടാ? എഴുതിക്കോ. വെളച്ചില് 2 കിലോ. വെളിച്ചെണ്ണ 2 കിലോ. 2 കിലോ. പിന്നെ ആന്റണി പെരുമ്പാവൂർ ആട്ട 3. ആശീർവാദ് ആട്ട എഴുതിയോ? തോപ്പുംപടി നല്ല തോപ്പുംപടി അല്ല സോപ്പുപടി 2 കവറ്. ഇത്ര സാധനം. പിന്നെ ഞാന് അയ്യോ ഒത്തം തോന്നുന്നു. അയ്യോ നോക്കിയേ. ഓ കുഴപ്പമില്ല, എടുക്കല്ലേ, പല്ലെടുക്കല്ലേ, പല്ലേക്കാൻ വന്നവൻ. പിന്നെ ഞാൻ പോയി ഈ സാധനം വാങ്ങിച്ചോണ്ട് വരാം. നീ സാറിന് ജ്യൂസ് കൊടുക്കണം. പിന്നെ നല്ല ചൂടുണ്ട്. തുണി നനച്ച് നെറ്റിക്കിട്ടേര്. പിന്നെ കാലം ഒരു മുറി വേണ്ട, അതിന് മരുന്നും വെക്കണം. അതും വെച്ചേക്കാം. പറഞ്ഞ മനസ്സിലായോ? ഇവിടുന്ന് പാൻറ് എന്തിയേ? സാറിന്റെ ആ പാൻറ് ഇങ്ങോട്ട് എടുത്തോട്ടെ. വൈകിട്ട് എനിക്ക് ആശുപത്രി ഡോക്ടറിനെ കാണാൻ പോകാനുള്ളതാ. എടുക്കരുതോ? അയ്യോ, ഞാൻ ആ മുളക് പൊടി പൊടിക്കുന്നതിനകത്തൊന്ന് കയറ്റിയിടാനാ. ഞാൻ വൈകിട്ടല്ലേ ഞാൻ കുടഞ്ഞങ്ങ് തരാം. ഞാനപ്പോ സാധനം മേടിച്ചിട്ട് ഞാൻ നോക്കിയോളാം. സാറേ കൈതച്ചൊക്കെ വെച്ച് അടിച്ച മിക്സി ജ്യൂസ് എടുക്കട്ടെ. എന്തോ തേങ്ങയാ പറയുന്നത്? ജ്യൂസ് എടുക്കട്ടെ എന്ന്. കൊണ്ടുപോവാ. എണ്ണിച്ചേ പെതൊക്കെ ഞാൻ പിടിക്കാം. ഞാൻ പിന്നെ എന്തിനായി വന്നേ? ഞാൻ തരാം. പെതൊക്കെ വാ തുറന്നേ. 7 എണ്ണം ഉണ്ട്. അണ്ടാ ഒലിപ്പിച്ച് വെച്ചേക്കുവാ. എങ്ങനെ ഉണ്ട് ടേസ്റ്റ്? എന്നെ ഒരു ടേസ്റ്റും അറിയാനില്ല നാക്കിനകത്ത്. പനി ഉണ്ട്, അതിന്റെ ടേസ്റ്റ് ഒന്നും അറിയാം. ഓട്സ് എടുക്കട്ടെ? അതെനിക്ക് അതേ മാത്രം കൊണ്ടുവന്നാ മതി. എന്നാ വേണ്ട. പല്ല് തേക്കട്ടെ? രാവിലെ വേണ്ട പല്ല് തേക്കണ്ടേ. കാല് വെച്ചേ, നേരെ വെച്ചേ. അയ്യോ നല്ല മുറിവാ. അതൊക്കെ ഇപ്പൊ ശരിയാക്കി തരാം ഞാൻ. കേട്ടോ, നല്ല മുറിവുണ്ട്. അതൊക്കെ ആക്കി തരാം. ഇതെന്തോ കാണിക്കാ കെട്ടടിക്കുന്നത്? നല്ല മുറിവാണ്. പിന്നെ എന്തിനാ ഈ കരിപ്പിച്ച് കളയുന്നേ? ആക്കിയെടുക്കാൻ വലിയ പാടാ, ഞാൻ പറഞ്ഞേക്കാം. ഗുളിക അങ്ങനെ വെക്കാൻ സജിയാണെങ്കിൽ എനിക്ക് വായിലോട്ട് ഗുളിക തരും. എന്നിട്ട് വെള്ളം ഒഴിച്ച് അതങ്ങ് വിഴുങ്ങും. അതാ പതിവ്. ഇത് കരിയാനെ കൊണ്ടില്ലേ കഴിക്കുന്നേ? അപ്പൊ ഇവിടെ വെച്ച് കെട്ടണം. ഞാനൊരു കാര്യം പറയട്ടെ. ഗുളിക ഇങ്ങനെ കഴിച്ച് ഇവിടെ താഴെ വന്നു. പിന്നെ അത് ഇങ്ങനെ ഇവിടെ വരുമ്പോ സാറ് ഈ മുട്ട് മടക്കി അവിടെ കിടക്കും. ഈ സാധനം നേരിട്ട് ഇവിടെ കിടക്കും. എങ്ങനെ പോയാലും ഒരാഴ്ച വരും. ഇവിടെ വരണമെങ്കിൽ അവനെ പറ്റിക്കുമായിരുന്നു. പിന്നെ എന്തായാലും ഇവിടുത്തെ ആവശ്യത്തിന് വേണ്ടിയല്ലേ? അപ്പൊ ഇവിടെ നേരിട്ട് ഇവിടെ സാധനം കൊടുക്കേണ്ടത്. പിന്നല്ല ചൂടാന്ന് പറഞ്ഞില്ലയോ? അപ്രാളം കാണിക്കാരി. ഞാൻ പിന്നെ എന്തിനാ വന്നേ? എന്തോ പറയാനാന്ന് പറ. തുണി നനച്ചില്ലെങ്കിൽ അതങ്ങനെ. എന്റെ പൊന്നോ, എന്താണ് കാണിക്കുന്നേ? ഇനിയുണ്ട്. ഇനി കുറഞ്ഞല്ല ചോദിച്ചേ. ഇങ്ങനെയാണോ തുണി നനച്ചിരുന്നേ? എന്റെ ദൈവമേ, ഒരു ശകലം തുണി നെറ്റിക്കൊന്നിടാനല്ലയോ പറഞ്ഞത്? എന്റെ ദൈവമേ, എന്റെ സജി എവിടെ പോയത്? മേലായി പണി കാണിച്ചേക്കല്ലേ കേട്ടോ. ശകലം തുണി ഒന്ന് ഇട്ടാ മതിയായിരുന്നു. എന്റെ ദൈവമേ, സാരമില്ല, പോട്ടെ കേട്ടോ. എന്തുവാ പല്ല് തേക്കണോ? സജി എവിടെ പോയായിരുന്നു? എന്റെ സാറെ മില്ലി കറണ്ട് ഉണ്ടായിരുന്നോ? ഞാൻ രമണി 5 കിലോ അരി കൊണ്ടൊന്ന് പൊടിപ്പിക്കാൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, കറണ്ട് ഇല്ലാത്തോണ്ട് രമണിയുടെ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന ആട്ടുകല്ലിട്ട് അരച്ചു കൊടുത്തിട്ട് വരുവാ. എന്തെടുക്കുമായിരുന്നു? ചുമ്മാ നീ വന്നേ സജിയെ, എനിക്ക് കക്കൂസിൽ നിന്ന് പോണം. ഞാൻ വരുവാണേ. താക്കോല്ലോ ഇവിടെ നോക്കണേ. കക്കൂസി പോണം. ഒത്തിരി നേരം അങ്ങ് ഇരിക്ക് കേട്ടോ. ഇനി പൊക്കോളത്തില്ലയോ? കിട്ടിയോ? ഇല്ല, അങ്ങാര് വരുത്തില്ല. ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാ പുറത്തുനിന്ന് കുറ്റിയിട്ടേക്കുവാ. കിട്ടിയോ? ഇല്ലെന്ന്. സജിയെ കിട്ടിയോ? കിട്ടിയോ? സജി ഇങ്ങോട്ട് വാ. അടിക്കുന്ന സാറിന്റെ എന്താ എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം? സാറല്ല, പുതിയ ഹോം നേഴ്സാ. റജി. അയ്യോ ആണോ? പറയാം. നീ വന്നേ. എന്തുവാടാ? ഡോക്ടറെ വിളിച്ചേ. എന്തുവാ? സന്തോഷ വർദ്ധമാനമുണ്ട്. സന്തോഷം എന്തുവാടാ? 3.5 എനിക്ക് തരണം. പല്ല് തരും. തരുമല്ലേ? പുള്ളി തീരാൻ പോവാ. പോടാ. ഡോക്ടർ വിളിച്ച് പറഞ്ഞ് കുഴി കുത്താൻ പറഞ്ഞ്
കുഴി കുത്തിക്കോളാൻ പറഞ്ഞോ? ആ. ഡോക്ടർ? ആയുർവേദ ഡോക്ടർ. ദൈവമേ, കിഴി കുത്താനാ പോ. പല്ല് തേപ്പിക്കട്ടെ. പല്ല് തേപ്പിച്ചാ ചോദിച്ചേ. പല്ല് തേപ്പിക്കട്ടെ. രാവിലെ പല്ല്. അല്ല, സാറിന് എത്ര മക്കളായിരുന്നു? എനിക്ക് 8 മക്കളാ. 8 പേരും 8 രാജ്യത്താ. അവരോട് ഞാനങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നെ കൂടെ അങ്ങ് കൊണ്ടുപോകും, എന്നെ കൂടെ കൊണ്ടുപോകും. അവര് കൊണ്ടുപോകത്തില്ല. അതിന് വലിയ ഹോം നേഴ്സിനെ വെച്ചേക്കുന്ന. നിനക്ക് മനസ്സിലായോ? പെട്ടി കയറാനിരിക്കുന്ന ഫിലിമാ. ഇപ്പഴും വിതരണക്കാരെ തിരക്കുവാ. ഷുഗറാ, ഭയങ്കര ഷുഗർ. ഇൻസുലിൻ എടുക്കാവോ? പല്ലും ഇരിക്കുന്ന പൈസ എടുത്തോളാം ഭാഷ. അങ്ങനെ ഇൻസുലിൻ ഞാൻ എടുക്കാം. എടുത്താ ഷെയർ. അപ്പൊ അത് ഞാൻ സമ്മതമാണ്. എടാ, ഇൻസുലിൻ നീ എടുത്തിട്ട് ബാക്കി ഇവിടുത്തെ കട്ടിലെല്ലാം ഞാൻ കൊണ്ടുപോകുന്നല്ല പറഞ്ഞേ. പിന്നെ ഇൻസുലിൻ പറഞ്ഞൊരു ഇഞ്ചക്ഷനാ ഷുഗറിനുള്ളത്. ആണോ? ഞാനിവിടെ മധുരം ജീവാമൃതം എന്നുള്ള ബിന്ദു എന്നുള്ള പാട്ട് പോലും ഞാൻ പാടത്തില്ല. ഇതാണോ? അതാ. ഞാൻ ആദ്യമായിട്ട് എടുക്കുവോ കേട്ടോ. എടുക്ക, ഞാൻ കാണട്ടെ. കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഓ, എടുത്തേ. എടുക്ക. സാറേ, ഇഞ്ചക്ഷൻ എടുക്കുവാ, ഇങ്ങനെ നടക്കരുത്. അത് എനിക്ക് ഇട്ടാണോ എടുക്കുന്ന? തലേനെ കെട്ടെടുത്ത് കഴിഞ്ഞാൽ ഞാനങ്ങനെ തലേനൊക്കെ മാറിപ്പോയി. മാറിപ്പോന്നൊക്കെ പിന്നെ മാറിപ്പോന്നല്ല, സംഭവം മാറിപ്പോയി. കൊണ്ടേ കുത്തി പോ അവിടുന്ന്. അയ്യോ എന്റെ ദൈവമേ. പക്ഷെ ഞാൻ എടുക്കാം ഇഞ്ചക്ഷൻ കേട്ടോ. ഷുഗറിന് ഇഞ്ചക്ഷൻ ഞാൻ എടുത്തോളാം കേട്ടോ. നടക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അത് ഒപ്പിച്ച് എന്തോ എടുത്തോണ്ട് പോയെ? സിറിഞ്ചെടുത്തോ? എവിടെയെങ്കിലും കൊണ്ട് കിടത്ത്. എനിക്ക് കൂടുതൽ സമയം. പല്ല് തേക്കണോ? പല്ല് തേക്കട്ടെ. സജി, ഇട്ടുമൂടാൻ പണം എന്റെ അലമാരിക്കകത്തിരിക്കുക. എനിക്കതേ ഉള്ളു പേടി കേട്ടോ. അതുകൊണ്ട് എനിക്ക് എന്നെ നന്നായിട്ട് നോക്കണം. നന്നായിട്ട് ഞാൻ നോക്കിക്കോളാം. പിന്നെ തെങ്ങ് മുറിക്കുന്ന കാര്യം എങ്ങനെ അടുപ്പറിയണോ? തെങ്ങ് മുറിക്കുന്ന അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, തെങ്ങ് മുറിക്കാൻ ആളിനെ വിളിച്ചോ? അവനെ ഞാൻ വിളിച്ചിട്ട് അവൻ വരുന്നില്ല. ഓ, അതിനെ എപ്പോഴാ വിളിക്കുന്നത്? വിളിക്കാൻ ആളിനെ. ഞാൻ ആളിനെ വിളിക്കാം. ഗാനം കൊണ്ടത് അതിലില്ല നോക്കുക. എടാ, സംഭവം എന്താന്ന് അറിയാടാ രജി? സംഭവം എന്താന്ന് ചോദിച്ചാലേ, ഇവിടെ ഒരു 2-3 തെങ്ങുണ്ട്. ആ തെങ്ങ കയറാൻ ഒരുത്തനെ വിളിച്ചു. അവനപ്പോ 850 രൂപ 10 തേങ്ങയും കൊടുക്കണം. എന്തിനാ ഈ തെങ്ങ് മുറിക്കുന്ന? നല്ല തെങ്ങാന്ന് ഇപ്പൊ എന്തിനാ മുറിക്കുന്നേ? എടാ, 500 രൂപ 850 രൂപയും 10 കേട്ടോ 10 തേങ്ങയും കൊടുക്കണം. ഈ 2 തെങ്ങ കയറി കഴിഞ്ഞപ്പം 5 തേങ്ങയേ ഉള്ളൂ. ഈ വയ്യാത്ത പുള്ളി കടയിൽ പോയി 5 തേങ്ങയോടെ വാങ്ങിച്ച് 10 തേങ്ങ ആക്കി അവന് കൊടുത്തു വിട്ട്. ഭയങ്കര നഷ്ടമാ ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞ ഈ തെങ്ങ് ഇപ്പൊ മുറിക്കുന്നേ. ഇതെന്താ എന്റെ വീട്ടിൽ ഇരുന്നോണ്ട് എന്തോ പരിപാടി കള്ളു കുടിക്കുന്നത്? എന്റെ വീട്ടിൽ ഇരുന്ന് പറ്റത്തില്ല. പറയില്ല. അല്ല, ഞാനിപ്പോ മോനെ വിളിക്കും. മോനെ വിളിക്കട്ടെ. മോനെ വിളിച്ച ഞാൻ പറയട്ടെ, ഈ പരിപാടി പറ്റത്തില്ല. എനിക്ക് എന്നാ 2 പോകതാ. എന്റെ മോനെ വിളിച്ചതാ. ഇപ്പമാര് 2 പേരെ എന്നെ നോക്കാൻ നിൽക്കുന്ന 2 പേരും എന്റെ വീട്ടിൽ ഇരുന്നോണ്ട് കള്ളുകൂടിയാ. അത് എന്തോ ഇടം ഞാൻ ഒരു 10 ഞാൻ അടിച്ചോട്ടെ. മരം എനിക്കിവിടെ 10 തരാൻ പറഞ്ഞു. കൊടുക്കണ കിട്ടിയ അവസരം. ഇന്ന് പല്ല് എടുത്ത് അലമാരിയും പൊട്ടിക്കണം. കള എനിക്കൊരു താളാ. നല്ല സാധനമല്ലോടാ. ശകലം കൂടെ തട്ടടാ. എടാന്നോ സോറി സാറ്. വേണ്ട. ഞാൻ ഇനി തുറത്തില്ല. അല്ല, ഇനി ഒഴിക്ക് വന്നേ ടച്ചിങ് വേണ്ട. അങ്ങനെ ടച്ചിങ് ഒന്നും തരത്തില്ലെങ്കിൽ വന്നേ ഒരു കാര്യം പറയട്ടെ. ഇത്ര അടിച്ച നീ എന്തുവാടാ വിളിച്ചേ? അറിയാതെ എടാ. നീ എത്ര ദിവസം ഇവിടെ ചോറുണ്ടോ അല്ലേടാ? നീ എന്നിട്ട് എന്ത് വിളിച്ചേ? എടാന്നോ? സജി സാറേ. എടാ, നീ മിണ്ടായി പറയുന്നല്ലേ ബാക്കിയല്ല ഇവൻ പറയുന്നത്. ഇവൻ എന്തോ പറയുന്നത്? അവനെന്ത് വിളിച്ചേ? എന്നെ കൂടെ വിളി. പിന്നെ ഹെഡ് നേഴ്സ് സാറേ. ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? ഞങ്ങളെ 2 പേരുടെ ആളുകൾ ഒരാളെ തന്തയ്ക്ക് വിളിക്കാവോ? അതെന്തിന്? നിന്റെ 7 പല്ല് അടിച്ച് തളയണം. ഞാനൊരു കാര്യം നീക്ക് എന്തുവാടാ ഇത്? ഒന്ന് അടങ്ങടാ. ഇതിപ്പോ വലിയൊരു ബാധ്യതയല്ലോടാ. ഇവനെ ഞാൻ എന്നെ ഒരു പേര് വിളിക്കട്ടെ. വിളിച്ചോ? വിളിയടാ ബ്രോ. എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടതാ. സാധനം തീർന്നോടാ. ഇവനെ പറഞ്ഞു വിട്ട് 1 സൈഡ് അടിപ്പിച്ചാലോ ആംബ്ലറ്റ്.
ഇവൻ എന്തും ചെയ്യൂടെ ഇവൻ പാടും ശുദ്ധ പാവം. അജി ഇതിനകത്ത് എന്തോ ഇരിക്കുന്നെന്ന് പറഞ്ഞേ 8 മൂടാൻ പണം ഇരിപ്പുണ്ട് 8 മൂടാൻ പണം അതെടുത്താലോടാ ചുമ്മായിട്ട് വലിപ്പിക്കാതെ ഇപ്പൊ നല്ല അവസരമാ. താക്കോൽ എന്തിയാടാ? പിടിച്ചേ പിടിച്ചേ താക്കോൽ എന്തിയാടാ? ധാരാളിയാ തോന്നിവാസം കാണിക്കണോ? താക്കോൽ ഇവിടാന്നു. താക്കോല് നീ കഴി സാറേ നല്ലൊരു ആട്ടിനുള്ള വശം ഉണ്ടോ നോക്ക്. ചിലപ്പോ തെറിച്ചിങ് പോരും. വന്നേ നിന്റെ കോളിലൊക്കെ വിടാൻ പറ്റുന്നില്ല. അങ്ങനല്ലടാ സെൽഫുണ്ട്. എന്തുവാടാ ബാഗെടുത്ത് കൊടുക്ക്. ഈ തറ വല്ല ഒന്നിട്ട് പല്ല് വീഴുവാനെ പറക്കണം. തുറക്കടാ സാറേ ഇവനങ്ങ് വെപ്രാളാടാ. കൊള്ളാം. ഇതെന്തുവാടാ ഇത്? കൊള്ളാടാ പോയി ഉള്ളത് അടിച്ച് മൊത്തം പോയി. ഇതെന്താ പറ്റി? ഇത് സർക്കാർ നിരോധിച്ച പൈസ ഇല്ലേ ഇത്? അതാ ഞാൻ പറഞ്ഞ കുഴി കുത്തണം ഇട്ടുമൂടാൻ പണമുണ്ടെന്ന്. ഇനി എന്താ ചെയ്യും? വായി നോക്കി ഇരുന്നോ. പഴയതിനോട്ട് വായി നോക്കി ഇരിക്കാനാ? അതേതുപോലല്ല ഈ വായില്. ഇപ്പൊ അതേ ഉള്ളു രക്ഷ.